അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഭൂമിക്കടിയിൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. 1800ഓളം അടി നമുക്ക് സർവേ ചെയ്യാം. എത്രത്തോളം ഹാർഡ് റോക്ക് ഉണ്ട്, ടൈറ്റ് ആയിട്ടുള്ള മട്ടിപ്പാറയാണോ, ഇതിനകത്ത് എത്ര അടിയോളം മണ്ണുണ്ട്, സോയിലുണ്ട്, അതുപോലെ എത്ര അടിയിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്, അത് എത്ര വീതിയിലുള്ള ഉറവകളാണ് ഒഴുകുന്നത്, എത്ര അടിയിലാണ് ഒഴുകുന്നത്, ഇതൊക്കെ കൃത്യമായി പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഗ്രാഫിൽ കാണിക്കും, കൃത്യമായിട്ട് കാണിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലളിതമായ പ്രവർത്തനമാണ്. കടുത്ത വേനൽക്കാലമാണ്. പല വീടുകളിലെയും കിണറുകളും കുളവും ഒക്കെ വറ്റി വരളാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഭൂമിക്കടിയിൽ ഉറവയുണ്ട്, പക്ഷേ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ഥിതി. ഭൂമിക്കടിയിലുള്ള ഉറവയാണെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ എക്യുപ്മെന്റിന്റെ പ്രസക്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജിയോളജി എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ്. സാധാരണ എക്യുപ്മെന്റുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ജിയോളജി എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ് വളരെ പ്രസക്തിയുണ്ട്, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ മെഷീനറീസ് നിന്ന് ഒരുപാട് മെഷീനറീസ്, ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത്. അതായത് പരമ്പരാഗതമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും പുതിയ രീതിയിലൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെയാണ് ജിയോളജി എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിന്റെ ഒരു പ്രസക്തി എന്ന് വെച്ചാൽ ആന്റി ജാമിംഗ് ഈ എക്യുപ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വലിയ കുന്നിൻ പ്രദേശങ്ങളിൽ, മലമുകളിൽ, എന്തിനെ ഹാർഡായിട്ടുള്ള റോക്കിൻ്റെ ഇടയിലൂടെ പോലും ഭൂമിക്കടിയിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഉറവയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഭൂമിക്കടിയിൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ആന്റി ജാമിംഗ് ഉള്ളത് കൊണ്ട് എളുപ്പമാണ്. ഹാർഡായിട്ടുള്ള റോക്കിൻ്റെ ഇടയിലൂടെയൊക്കെ ഇത് ചെന്ന് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയും. മറ്റെന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലളിതമായ പ്രവർത്തനമാണ്. നല്ല പ്രകടനം എന്ന് പറഞ്ഞാൽ ഉയർന്ന കൃത്യത ഉണ്ടാവും ഇതിന്. അതായത് ഇതിൽ ഏറ്റവും വിപുലമായ ആൻറ്റി ജാമിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഇതുവരെയുള്ള മെഷീനറികളൊക്കെ ചെയ്യുന്നത് വെള്ളം എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ 2025 ഇതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇറങ്ങിയത്. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഇതുപോലെ തന്നെയുള്ള വേറൊരു മെഷീൻ ആയിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത എല്ലാ മെഷീനെ അപേക്ഷിച്ച് ആന്റി ജാമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏറ്റവും ഹാർഡ് റോക്ക്, കുന്നും പ്രദേശത്തൊക്കെ ഇതിന്റെ സിഗ്നൽ കട്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന ഈ പ്രൊഫൈൽ ഗ്രാഫിന് അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന കർവ് ഗ്രാഫിനൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈ കർവ് ഗ്രാഫ് എന്ന് പറയുന്നതും പ്രൊഫൈൽ ഗ്രാഫ് എന്ന് പറയുന്നതും ഈ മെഷീൻ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് തരുവാണ്. സാധാരണഗതിയിൽ ഇതിനകത്ത് വരുന്ന ഒരേ ബാർകോഡ്, ഒരേ നമ്പറുകളുണ്ട്. ഈ നമ്പർ നമ്മൾ ബുക്കിലോട്ട് എഴുതിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോയിട്ട് സിസ്റ്റത്തിൽ കയറ്റി ഒരു ഗ്രാഫ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ഗ്രാഫിലെ നമ്പറുകളൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ തന്നെയാണ് സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മളെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായിട്ട് വെള്ളം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായത്. ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് മറ്റുള്ള ശാസ്ത്രീയമായോ അല്ലെങ്കിൽ പരമ്പരാഗതമായോ രീതികളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഹൈ മെഷർമെന്റ് സ്പീഡ് ഉണ്ട്, ഉയർന്ന കാര്യക്ഷമത. ഒരു ദിവസം കൊണ്ട് ഏകദേശം 8000 മീറ്ററോളം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. സർവേ ചെയ്യാനായിട്ട് 8000 മീറ്റർ പറ്റുന്ന പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വീട് 10 സെന്റ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നിസ്സാരേ ഉള്ളൂ. 15 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ വീതിയൊക്കെ കാണും. ഇതെന്ന് പറയുന്നത് 8000 മീറ്ററോളം നമുക്ക് സർവേ ചെയ്യാം ഒരു ദിവസം. അത്രയും സാധ്യതയുണ്ട്. അതെ. അതുപോലെ തന്നെ ഏകദേശം 1800ഓളം അടി നമുക്ക് സർവേ ചെയ്യാം. എത്രത്തോളം ഹാർഡ് റോക്ക് ഉണ്ട്, ടൈറ്റ് ആയിട്ടുള്ള മട്ടിപ്പാറയാണോ, ഇതിനകത്ത് എത്ര അടിയോളം മണ്ണുണ്ട്, സോയിലുണ്ട്, അതുപോലെ എത്ര അടിയിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്, അത് എത്ര വീതിയിലുള്ള ഉറവകളാണ് ഒഴുകുന്നത്, എത്ര അടിയിലാണ് ഒഴുകുന്നത്, ഇതൊക്കെ കൃത്യമായി പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഗ്രാഫിൽ കാണിക്കും, കൃത്യമായിട്ട് കാണിക്കും. ഇതിനു മുൻപും ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്, നമ്മളത് മാത്രമല്ല ജിയോളജിക്കൽ പരമായിട്ടുള്ള എല്ലാ മെഷീനറിയും ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത്
അതിനകത്ത് കൃത്യമായിട്ടല്ല, സാധ്യതകൾ മാത്രമേ പറയുള്ളൂ. ഇതിനകത്ത് കൃത്യമായി ഗ്രാഫിനകത്ത് കാണിക്കും എത്ര അടിയിൽ വെള്ളമുണ്ട്, എവിടെയാണ് വെള്ളം കിട്ടാൻ സാധ്യത. 5 സെന്റിൽ വരെ വെള്ളം അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മളൊരു ബോർവെൽ അടിച്ചാൽ വീട്ടാവശ്യത്തിനെങ്കിലും വെള്ളം കിട്ടാവുന്ന സ്ഥലം എവിടെ, അപ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം വെള്ളം കിട്ടുന്നത് ഒരു പ്ലോട്ടിൽ എവിടെ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് സെൻസ് ചെയ്തെടുക്കാൻ പറ്റും. മാനുവലി ഒരു സ്ഥലത്ത് നമ്മൾ കിണർ കുഴിച്ച് വെള്ളം ഉണ്ടോ എന്ന് നോക്കി വെള്ളം ഇല്ലാതാവുന്നു, ആ കിണർ മൂടുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ അവിടെയാണ് ഞങ്ങളുടെ വിജയം. നിലവിൽ ഭൂമിക്കടിയിൽ നിന്നും ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന മറ്റു ഉപകരണങ്ങളിൽ നിന്നും 2025 പുറത്തിറങ്ങിയ ഈ ഉപകരണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വിശദമായി അറിയാം. വിപുലമായ ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യ, കർവ് ഗ്രാഫും പ്രൊഫൈൽ മാപ്പും രൂപപ്പെടുത്താനുള്ള കഴിവ് എന്നിവയാണ് ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിന്റെ ഹൈലൈറ്റ്. ഭൂമിയിൽ നിന്നും എത്രയടി താഴ്ചയിലാണ് വെള്ളമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് കർവ് ഗ്രാഫ് എന്ന് പറയുന്നത്. എത്ര മീറ്റർ അടി താഴ്ചയിലാണ് വെള്ളമുള്ളതെന്ന് പ്രൊഫൈൽ ഗ്രാഫിലും കാണിക്കും, കർവ് ഗ്രാഫിലും കാണിക്കും. ഉപകരണം പ്രവർത്തിപ്പിച്ചാൽ ഏറ്റവും അടുത്ത് എവിടെ ഭൂമിക്കടിയിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. ഇവിടെയാണ് പ്രൊഫൈൽ ഗ്രാഫിന്റെയും കർവ് ഗ്രാഫിന്റെയും പ്രസക്തി. കർവ് ഗ്രാഫ് വഴി ഭൂമിക്കടിയിലെ ജലാംശത്തെ എത്രയടുത്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നു. ഭൂമിക്കടിയിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ഇത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടുള്ള മറ്റൊരു എക്യുപ്മെന്റ് പുറത്തിറങ്ങിയിട്ടില്ല. നേരത്തെ ഉപയോഗിച്ചു വന്ന പരമ്പരാഗതവും ശാസ്ത്രീയവുമായ പല ഉപകരണങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു. 2024 വരെ ഉപയോഗിച്ചിരുന്ന മിഷനറിയിൽ സിഗ്നൽ നഷ്ടപ്പെടുമ്പോൾ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ഗ്രാഫിലും വ്യത്യാസമുണ്ടാവുകയും ഉറവ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരം അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് കട്ടിയുള്ള പാറയിടുക്കുകൾക്കിടയിലും കുന്നിൻ പ്രദേശങ്ങളിലും സിഗ്നലുകൾ സുഗമമായി ലഭിക്കുകയും വെള്ളം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിന്റെ പ്രത്യേകത. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ഉപകരണം ഈ മേഖലയിലേക്ക് അവതരിപ്പിക്കുന്നത്. 2024 വരെയുള്ള എക്യുപ്മെന്റുകൾ നേരത്തെ ഗ്രാഫിലും മിഷനറിയിലും ഭൂമിക്കടിയിലെ ജലാംശം കണ്ടെത്തിയിരുന്നുവെങ്കിലും കുഴിച്ചു നോക്കുമ്പോൾ ജലാംശം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഭൂമിക്കടിയിൽ ഒരു പ്രതലമുള്ളതാണ് ഇതിന് കാരണം. എന്നാൽ ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിൽ ഈ പ്രതലത്തെ പോലും തിരിച്ചറിയാൻ സാധിക്കും. മറ്റുപകരണങ്ങളെ അപേക്ഷിച്ച് ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിൽ ആന്റി ജാമിംഗ് ഉൾപ്പെടുത്തിയതാണ് പ്രതലത്തെ പോലും തിരിച്ചറിയാൻ സഹായിക്കുന്നത്. റൂറൽ ഏരിയകളിലും ഹാർഡ് റോക്ക് ഏരിയകളിലും എളുപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നതും ഭൂമിക്കടിയിൽ ഇരുമ്പിന്റെ അംശമുണ്ടെങ്കിൽ പോലും മറ്റുള്ള ഉപകരണങ്ങളെ അപേക്ഷിച്ച് സിഗ്നലുകൾ കട്ടാവാതെ ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ് പ്രവർത്തിക്കും. ഇതുവരെ ഉപയോഗിച്ചു വന്ന ഉപകരണങ്ങളിൽ സിഗ്നലുകൾ കട്ടാവാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഭൂമിക്കടിയിൽ ഇരുമ്പ് കമ്പിയോ മറ്റ് ഇരുമ്പ് അംശമുള്ള വസ്തുക്കളോ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നാൽ പുതിയ ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റിൽ ഇത്തരം വസ്തുക്കൾക്കിടയിലൂടെയും സഞ്ചരിച്ച് ജലസാന്നിധ്യം കണ്ടെത്താൻ പൂർണ്ണമായും സാധിക്കും. നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കൊറോണ ഗ്രൗണ്ട് വാട്ടർ സർവീസ് ചാലക്കുടിയാണ് ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തി എത്രയടി താഴ്ചയിലാണ് ജലസാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയമേ ഉപകരണത്തിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊപ്പം ചേർന്ന് ജലസാന്നിധ്യം കണ്ടെത്താൻ ഞങ്ങളുടെ ടീം പൂർണ്ണ സജ്ജമാണ്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുടനീളം കൊറോണ ഗ്രൗണ്ട് വാട്ടർ സർവീസ് ചാലക്കുടിയുടെ സേവനം ലഭ്യമാണ്. വയനാട്, ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിൽ ഇതിനോടകം ജിയോളജിക് എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ് ഉപയോഗിച്ച് വളരെ ലളിതമായി ജലസാന്നിധ്യം കണ്ടെത്തിക്കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞ ചിലവ്, കുറഞ്ഞ സമയം, ഉയർന്ന പ്രവർത്തനക്ഷമത, തീർത്തും പ്രൊഫഷണലായ സർവീസ് ടീം എന്നിവയാണ് കൊറോണ ഗ്രൗണ്ട് വാട്ടർ സർവീസ് കമ്പനിയുടെ പ്രത്യേകതകൾ. 9778468770 ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും.